മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിലെ പേജ് നമ്പർ 73 പ്രോബ്ലങ്ങൾ തുടരുകയാണ്. നാലാമത്തെ പ്രോബ്ലമാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻ നമുക്ക് ശ്രദ്ധിക്കാം. എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ഓൾട്ടർനേറ്റീവ് വെർട്ടിസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഇവിടെ ക്വസ്റ്റ്യൻ നമുക്കറിയാം, നേരത്തെ കണ്ടതുപോലെ തന്നെ, അതായത് ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വെർട്ടിസസ് ജോയിൻ ചെയ്തപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടെ ഈ വിതൗട്ട് ലുക്കിംഗ് വെൻ വി പുട്ട് എ ഡോട്ട് ഇൻ ടു ദിസ് ഫിഗർ, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ടു ഗെറ്റ് ദാറ്റ് ഡോട്ട് ഓൺ ദിസ് ഗ്രീൻ പാർട്ട്? ഈ ഷെയ്ഡഡ് പോർഷനിൽ ആ ഡോട്ട് വീഴാനുള്ള പ്രോബബിലിറ്റിയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് കടക്കുന്നതിന് മുൻപ് റെഗുലർ ഹെക്സഗണിനെ കുറിച്ച് നമ്മൾ പഠിച്ച ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് ഓർമ്മിക്കാം. ഇവിടെ ഒരു റെഗുലർ ഹെക്സഗൺ നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. നമുക്കറിയാം റെഗുലർ ഹെക്സഗണിൻ്റെ ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത്, ഈ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് 720 ആണ്. ഈ ഓരോ ആംഗിളും 120 വീതം വരുന്നു. അങ്ങനെ വി വിൽ ഗെറ്റ് ടോട്ടൽ 720. ദെൻ നമുക്കറിയാം ഏതൊരു പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും. 360 ഡിവൈഡഡ് ബൈ 6 ആണല്ലോ ഇവിടെ ഔട്ടർ ആംഗിൾ ഉള്ളത്, 6 ആണല്ലോ. സോ 360 ഡിവൈഡഡ് ബൈ 6 ദാറ്റ്സ് ഈക്വൽ ടു 60. അപ്പം ഇവിടെ നിന്ന് ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. അതായത് AB എന്ന് പറയുന്ന ലൈന് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. അപ്പം നമുക്കിവിടെ ഔട്ടർ ആംഗിൾ കാണാനായിട്ട് പറ്റും. ഈ ഔട്ടർ ആംഗിൾ 60 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്കറിയാം ഇതൊരു ലീനിയർ പെയറാണ്. ഇത് 60 ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയുന്നത് 180 മൈനസ് 60 ദാറ്റ്സ് ഈക്വൽ ടു 120 ആണ്. കാര്യം ക്ലിയറായി. ഇത് 120 ആണ് ആംഗിൾ. ലീനിയർ പെയർ ആയതുകൊണ്ട് നമുക്ക് 120 കിട്ടുന്നു. അല്ലെങ്കിൽ നമുക്കറിയാം ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഈ ആംഗിൾ 120 ആണെന്ന്. ഇനി നമ്മൾ ഇവിടെ ഡയഗണൽ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് ഇവിടേക്ക് നമ്മൾ വരയ്ക്കുന്നു. അങ്ങനെ ഈ BD എന്ന ഡയഗണൽ നമുക്ക് കിട്ടുക. അപ്പം ഈ ഡയഗണൽ ഈ ആംഗിളിനെ ഈക്വലായിട്ട് ഭാഗിക്കുകയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര വരും? ഇത് 60 ആണ്. ഇത് 60, ഇത് 60. അപ്പം ഇത് 60 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ 60 ആണല്ലോ. ഇത് രണ്ടും 60 + 60 120 കിട്ടി. ദെൻ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ തേർഡ് ആംഗിൾ. സോ 180 മൈനസ് 120 ദാറ്റ്സ് ഈക്വൽ ടു ദിസ് ഓൾസോ 60. സോ ഹിയർ വി ക്യാൻ see that ഈ ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ 180 ആണ്. 180ൽ നിന്ന് 120 മൈനസ് ചെയ്താൽ നമുക്ക് 60 കിട്ടുന്നു. സോ വി ക്യാൻ see that this is an equilateral triangle. സോ ഈ റെഗുലർ ഹെക്സഗണിൽ എത്ര ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്? 6 ഇക്വലാറ്റർ ട്രയാങ്കിൾ ഉണ്ട്. അപ്പം നമുക്ക് ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന വഴിയാണിത്. അപ്പം ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 × √3a²/4 ആണ്. അതായത് ഒരു റെഗുലർ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് നമുക്കറിയാം √3a²/4 ആണ്. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ √3a²/4 ആണ്. സോ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? 6 ഇക്വലാറ്റർ ട്രയാങ്കിൾ ആണുള്ളത്. അതുകൊണ്ട് 6 × √3a²/4 വരും. ഏരിയ ഓഫ് ദിസ് റെഗുലർ ഹെക്സഗൺ എന്ന് പറയുന്നത് 6 × √3a²/4. അത്രയും കാര്യം നമ്മളൊന്ന് മനസ്സിൽ വയ്ക്കുക. റെഗുലർ ഹെക്സഗണിൻ്റെ ടോട്ടൽ ഏരിയ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നമ്മുടെ പ്രോബ്ലത്തിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് റെഗുലർ ഹെക്സഗൺ കാണാൻ പറ്റുന്നു. അതിൻ്റെ ഓൾട്ടർനേറ്റീവ് വെർട്ടിസസ് ജോയിൻ ചെയ്ത് നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ കിട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ അറിയാം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ വൺ സൈഡ് നമുക്ക് അറിഞ്ഞാലല്ലേ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഒരു ചെറിയ കാര്യം കൂടി നമ്മൾ പഠിച്ചതൊന്നുകൂടി ഓർമ്മിക്കുകയാണ്. നമ്മൾ ഇവിടെ നിന്ന് ഇവിടേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണ്, BG എന്ന പെർപെൻഡിക്കുലർ. അപ്പം നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് BGC എന്ന് പറയുന്നത്. BGC റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് 90 ഡിഗ്രി വരുന്നു. ഇത് നമുക്കറിയാം എത്രയാണെന്ന്, 60 ആണ്. ഇത് 60 ആണെങ്കിൽ ഇത് എത്ര വരും? 30 വരുന്നു. ടോട്ടൽ ആംഗിൾ 180 ആണല്ലോ. സോ ആംഗിളിൻ്റെ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 1:√3:2 ആണ്. അതായത് 30:60:90 വരുമ്പോൾ 1:√3:2 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ 90യുടെ ഓപ്പോസിറ്റുള്ള സൈഡിന് നമ്മൾ A എന്ന് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ സൈഡിൻ്റെ ലെങ്ത് A ആണ്. ഈ 90യുടെ ഓപ്പോസിറ്റ് ഉള്ളത് A ആണെങ്കിൽ ഇവിടെ 30യുടെ ഓപ്പോസിറ്റ് ഉള്ളത് എന്ത് വരും?
ഇതിൻ്റെ ഹാഫാണ് ഇവിടെ, അതുകൊണ്ട് ഇത് a/2 വരുന്നു. ഇത് a/2 ആണെങ്കിൽ 60യുടെ ഓപ്പോസിറ്റ് ഉള്ളതോ a/2√3 വരുന്നു. സോ നമുക്ക് ഈ സൈഡ്സ് നമുക്ക് കിട്ടി. അതായത് CG എന്ന് പറയുന്ന സൈഡ് a√3/2 ആണ്. അതായത് 60ക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് a√3/2. അതായത് CGയുടെ ലെങ്ത് a√3/2 ആണ്. ഇത് ഈ AC എന്ന ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡാണല്ലോ ഇത്. ഈ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൻ്റെ അതിൻ്റെ പകുതി നമുക്ക് കിട്ടി. CG a√3/2 ആണ്. അങ്ങനെയെങ്കിൽ AC എന്ന് പറയുന്നത് എന്ത് വരും? 2 × a√3/2 ആണല്ലോ, അതിൻ്റെ ഇരട്ടി. ഈ 2 × 2 ക്യാൻസലായി പോകുന്നു. ദാറ്റ്സ് ഈക്വൽ ടു a√3 കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ വൺ സൈഡ് എന്ന് പറയുന്ന a√3 എന്ന് കിട്ടി. ഇനി ഏരിയ ഓഫ് ദിസ് ഇക്വിലാറ്റർ ട്രയാങ്കിൾ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ ഓഫ് ദി ഇക്വിലാറ്റർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് √3a²/4 ആണ്. ഇവിടെ a എന്ന് പറയുന്നത് നമുക്ക് ആ സൈഡിൽ നിന്ന് പറയുന്ന a√3 എന്ന് കിട്ടി. സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. √3 × a√3² divided by 4. That's equal to √3 × a² × √3 × √3 3 ആണ്. സോ നമുക്കിവിടെ ആൻസർ കിട്ടുന്നു √3 × a² × 3 divided by 4. സോ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് നമ്മളുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് കിടക്കാം. Therefore, probability that the dot is on the shaded portion, that's equal to എന്താണ്? ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഇക്വിലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്കറിയാം, റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ നമുക്കറിയാം. 3a² × √3 divided by 4 all divided by 6 × √3a²/4. ഏരിയ രണ്ടിൻ്റെ ഏരിയ എഴുതി. ഇത് നമുക്കറിയാം, ഇത് റെസിപ്രോക്കൽ എടുത്താണ് ഇത് സോൾവ് ചെയ്യുന്നത്. സോ 3a² × √3 divided by 4 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുമല്ലോ. സോ വി ക്യാൻ റൈറ്റ് ഡൗൺ 4 divided by 6 × √3a². 3a² ഇത് ക്യാൻസലായി പോകുന്നു, 4 ക്യാൻസലായി പോകുന്നു. നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന 3 divided by 6 കിട്ടുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 1/2. സോ നമ്മളുടെ ഈ റെഗുലർ ഹെക്സഗണിൻ്റെ അകത്ത്, അതായത് ഈ ഗ്രീൻ പാർട്ടിൽ ഡോട്ട് വീഴാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5. എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഇക്വിലാറ്റർ ട്രയാങ്കിൾസ്. രണ്ട് ഇക്വിലാറ്റർ ട്രയാങ്കിൾസ് ഇവിടെ ഓവർലാപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്കൊരു റെഗുലർ ഹെക്സഗണിനെ കാണാൻ പറ്റും. ഇത് റെഗുലർ ഹെക്സഗൺ നമുക്ക് കാണാം. ഇനി നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് ഒന്ന് കിടക്കാം. ഇവിടെ ആ റെഗുലർ ഹെക്സഗൺ, അതായത് 2 ഇക്വിലാറ്റർ ട്രയാങ്കിൾസ് ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3, 4, 5, 6 ഇക്വിലാറ്റർ ട്രയാങ്കിൾസ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഡയഗണൽസ് വരയ്ക്കുകയാണെങ്കിൽ, എല്ലാ ഡയഗണൽസും വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നതും ഇക്വിലാറ്റർ ട്രയാങ്കിൾ തന്നെയാണ്. നമ്മൾ കണ്ടു റെഗുലർ ഹെക്സഗണിൻ്റെ അകത്ത് ഇക്വിലാറ്റർ ട്രയാങ്കിൾ കിട്ടുന്നതെന്ന് കണ്ടു, അതിൻ്റെ ഏരിയ നമ്മൾ കണ്ടു. 1, 2, 3, 4, 5, 6. അതായത് ഇതിനുള്ളിൽ 6 ട്രയാങ്കിൾസ് ഉണ്ട്, ഇതിന് പുറത്തും ട്രയാങ്കിൾസ് ഉണ്ട്. ഇത് ഈക്വൽ ട്രയാങ്കിൾസുമാണ്. അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാൻ പറ്റും? ഇതിൻ്റെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? പോസിബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ എത്ര ട്രയാങ്കിൾസ് ഇവിടെ ഉണ്ടോ അതാണ്. ദാറ്റ്സ് ഈക്വൽ ടു 12 വരും. 12 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ സെലക്റ്റഡ് റീജിയനിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6. സോ പ്രോബബിലിറ്റി ദാറ്റ് ഡോട്ട് ഈസ് വിത്തിൻ ദ ഗ്രീൻ പാർട്ട്, ദാറ്റ്സ് ഈക്വൽ ടു 6 divided by 12, ദാറ്റ്സ് ഈക്വൽ ടു 1/2. ദെൻ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സീ പെയേഴ്സ്. അതായത് നമ്മൾ കണ്ടു പ്രോബബിലിറ്റി ആസ് നമ്പേഴ്സ് എന്താണെന്ന് കണ്ടു, ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് കണ്ടു. ഇനി അടുത്തതാണ് നമ്മളുടെ സാഹചര്യങ്ങൾ നമുക്ക് പെയേഴ്സ് ആയിട്ടാണ് തരുന്നതെങ്കിൽ എങ്ങനെ നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കും. നമുക്കൊരു എക്സാമ്പിൾ കാണാം. ജോണിയുടെ കയ്യിൽ ഒരു ബ്ലൂ പാൻറ്റും ഉണ്ട്, 3 ഷർട്ട്സും ഉണ്ട്. ഒരു റെഡ് ഷർട്ട്, ഒരു ഗ്രീന്, ഒരു ബ്ലൂ. ഇങ്ങനെ ഇതാണ് ഒരു സാഹചര്യം. അതായത് ഒരു ബ്ലൂ പാൻറ് ഉണ്ട്, ഒരു ഷർട്ടും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ ജോണിക്ക് ഏതൊക്കെ രീതിയിൽ ഈ ഡ്രസ്സ് ഇടാനായിട്ട് സാധിക്കും? എങ്ങനെ, ഏത് പെയർ എങ്ങനെ ഇവിടെ ഫോം ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് ചുമ്മാ നോക്കാം. അതായത് ബ്ലൂവും റെഡും കൂടി ഇടാം, ബ്ലൂവും ഗ്രീനും ഇടാം, ബ്ലൂവും ബ്ലൂ ഇടാം. സാധ്യതകളാണിതിവിടെ. അതായത് പ്രോബബിലിറ്റീസ് ആണ്. ബ്ലൂവും റെഡും ഇടുന്നു, ബ്ലൂവും ഗ്രീനും ഇടുന്നു, ബ്ലൂവും ബ്ലൂ ഇടുന്നു, തീർന്നു. അത്രയും പേര് അവിടെയുള്ളൂ. ഇനി ജോണി പെട്ടിയിൽ തപ്പിപ്പോണ്ടേ ഒരു ഗ്രീൻ പാൻറ്റും കൂടെ കിട്ടി.
അപ്പം 2 പാൻറ്റുണ്ട് 3 ഷർട്ടും ഉണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയൊക്കെ ഇവിടെ പേഴ്സ് ഫോം ചെയ്യാനായിട്ട് പറ്റും? നമുക്ക് നോക്കാം. ആദ്യത്തേത് നമ്മൾ കണ്ടു. ഇനി ഗ്രീൻ പാൻറ്റിൻ്റെ കൂടെ റെഡ് ഷർട്ട് ഇടാം, ഗ്രീൻ ഷർട്ട് ഇടാം, ബ്ലൂ ഷർട്ട് ഇടാം. അങ്ങനെ ഇവിടെ നമുക്ക് പെയറായിട്ട് ഇതിനെ എടുത്തു വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നോക്കുക, ജോണിക്ക് ഇടാൻ പറ്റുന്ന സാധ്യതകൾ ഇതൊക്കെയാണ്. ബ്ലൂവും റെഡും ഇടാം, ബ്ലൂവും ഗ്രീനും ഇടാം, ബ്ലൂവും ബ്ലൂ ഇടാം. പിന്നെ ഗ്രീനും റെഡും, ഗ്രീനും ഗ്രീനും, ഗ്രീനും ബ്ലൂവും. ഇത്രയും പേഴ്സാണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ എത്രയെണ്ണം വരും? ടോട്ടൽ എത്ര പേഴ്സാണ് വരുന്നത്? 3 × 2. അപ്പോൾ ടോട്ടൽ പേഴ്സ് 6 ആണ് വരുന്നത്. അതാണല്ലോ എന്ത് നമ്മുടെ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇവിടെ 6 ആണ്. നമുക്ക് നോക്കാം. പ്രോബബിലിറ്റി വിയറിങ് ഷർട്ട് ആൻഡ് പാൻസ് ഓഫ് സെയിം കളർ. സെയിം കളറിലുള്ള പാൻറ്റും ഷർട്ടും ഇടാൻ പറ്റുന്ന പേരുകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ ക്വസ്റ്റ്യന്. അതായത് ഒരേ കളറിലുള്ള പാൻറ്റും ഷർട്ടും ഇടാൻ പറ്റുന്ന പേഴ്സ് ഏതൊക്കെയാണ് ഇവിടെയുള്ളത്? ബ്ലൂവും ബ്ലൂ ഇടാം, ഗ്രീനും ഗ്രീനും ഇടാം. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി എന്ത് കിട്ടും? ഇവിടെ ഫേവറബിൾ ആയിട്ടുള്ള ഔട്ട്കം എന്ന് പറയുന്നത് 2 ആണ് വരുന്നത്. 2 എണ്ണം വരുന്നു. സോ 2 ഡിവൈഡഡ് പോസിബിൾ ഔട്ട്കംസ്, ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 6 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 6. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വിയറിംഗ് ഷർട്ട് ആൻഡ് പാൻസ് ഓഫ് സെയിം കളർ ദാറ്റ്സ് ഈക്വൽ ടു 2/6. ദാറ്റ്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 1/3 എന്നെഴുതാം. ഒരു എക്സാമ്പിളിലൂടെ കാണാം. ഇവിടെ 2 ബോക്സസ് നിങ്ങൾക്ക് കാണാം. അതായത് അതിൽ പേപ്പർ സ്ലിപ്പ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ 1 to 4 വരെ എഴുതിയ പേപ്പർ സ്ലിപ്സ് ഉണ്ട്. ഇവിടെ 1 ഉം 2 എഴുതിയ പേപ്പർ സ്ലിപ്പും ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പോസിബിൾ പേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഇവിടെ നോക്കിക്കേ, ഇവിടുന്ന് ഞാൻ ഒരു പേപ്പർ എടുക്കുമ്പോൾ ഇവിടുന്ന് ഒരു പേപ്പർ എടുക്കണം. അങ്ങനെയാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് ഞാൻ ടേക്ക് 1 പേപ്പർ. അപ്പോൾ എനിക്ക് ഇവിടെ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഏതൊക്കെയാണ്? ഇതിൻ്റെ കൂടെ ഇത് വേണമെങ്കിൽ കിട്ടാം, ഇതും കിട്ടാം. അപ്പോൾ 2 പേഴ്സ് 1 1 1 2. ഇനി ഞാൻ ഇവിടുന്ന് 2 എടുക്കുക. ഇവിടുന്ന് 2 എടുക്കുമ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടാൻ സാധ്യമായത് ഏതൊക്കെയാണ്? 2 1 കിട്ടാം, 2 2 പോസിബിൾ ആയിട്ടുള്ള പേഴ്സാണ്. 3 ആണെങ്കിലോ 3 1 3 2. 4 കിട്ടുന്നെങ്കിൽ അതിന് സാധ്യത എന്ന് പറയുന്നത് 4 1 കിട്ടും, 4 2 കിട്ടും. സോ ടോട്ടൽ പേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ എത്ര നമ്പേഴ്സാണ് ഉള്ളത്? 4. ഇവിടെ എത്ര ഉണ്ട്? 2. 4 × 2 ദാറ്റ്സ് ഈക്വൽ ടു 8 പേഴ്സ് ആണ് കിട്ടുന്നത്. അതായത് 8 രീതിയിൽ നമുക്ക് ഇവിടെ പേഴ്സ് ഫോം ചെയ്തെടുക്കാൻ പറ്റും. സോ ലെറ്റ് us see the question. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് നമ്പേഴ്സ് ആർ ഓഡ്. 2ഉം ഓഡ് നമ്പേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി ഏതാണ്? ഏത് 2 ഓഡ് നമ്പേഴ്സ് ആകാനുള്ള പോസിബിലിറ്റി? ഇത് 2 ഓഡ് നമ്പേഴ്സാണ്. 1 2 2 എണ്ണം ഉള്ളത്. സോ ഇവിടെ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് 8 ആണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് നമ്പേഴ്സ് ആർ ഓഡ് എന്ന് പറയുന്നത് ഏത് വരും? 2/8. ദെൻ നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് നമ്പേഴ്സ് ആർ ഈവൻ. ഈവൻ കിട്ടാൻ 2ഉം ഈവൻ ആകാനുള്ള പോസിബിലിറ്റി 1 2. സോ ദാറ്റ് ഓൾസോ 2/8. ദെൻ നെക്സ്റ്റ് വൺ, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 നമ്പർ ഓഡ് ആൻഡ് അതർ നമ്പർ ഈവൻ. 1 നമ്പർ ഓഡ് ആയിരിക്കണം, അനദർ നമ്പർ ഈവനും ആയിരിക്കണം. അത് എത്രയാണ് കിട്ടും? 1 2 ദെൻ 3 4. സോ 4 ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും. അപ്പോൾ അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 1 നമ്പർ ഓഡ് ആൻഡ് അതർ നമ്പർ ഈവന്. ദെൻ നെക്സ്റ്റ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബോത്ത് നമ്പേഴ്സ് ആർ സെയിം. 2ഉം സെയിം നമ്പർ കിട്ടാനുള്ള പ്രോബബിലിറ്റിയോ? 1 2. സോ 2 ഡിവൈഡഡ് ബൈ 8. ഓക്കെ.